10 ദിവസത്തെ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ 11-ാം നാൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അമരത്തെ എത്തിയിരിക്കുന്നു. എല്ലാ പാർട്ടി നേതാക്കന്മാരും എല്ലാ ആഹ്ലാദത്തിലാണ്. എങ്കിലും ഒരാൾ മാത്രം ഈ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു തലസ്ഥാനത്ത് നിന്നും വിട്ടു നിൽക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ ആ ഒരു അഭാവം ഒരു വലിയൊരു കുറവ് തന്നെയല്ലേ കോൺഗ്രസിന്? അല്ല, തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. അതുപോലെ അത്രത്തോളം ജനകീയ അടിത്തറയുള്ള ഒരു നേതാവാണ്. അണികളുണ്ട്. ഇപ്പോൾ ഒപ്പം നിൽക്കാൻ MLA-മാരുടെ എണ്ണം കുറവാണെങ്കിലും ജനകീയമായി അടിത്തറയുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ നിലയിലെല്ലാം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നാണ് 2021 ഇലക്ഷൻ നേരിട്ടതും. പക്ഷെ അപ്പോൾ തുടർ ഭരണം എന്ന നേട്ടം CPM-ന് കിട്ടി. ദയനീയമായിട്ട് കോൺഗ്രസ് മുന്നണി പരാജയപ്പെട്ടു. അപ്പോഴ് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആവാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെട്ടത്. ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു. അപ്പൊ ഇത്തവണ ഭരണം കിട്ടിയപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ച പ്രധാന വാദം എന്ന് പറയുന്നത് തന്റെ സീനിയോറിറ്റിയാണ്. ചെന്നിത്തലയ്ക്ക് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ സ്ഥാനങ്ങൾ നഷ്ടമാകുന്നതും അപമാനിതരായി മാറിയിരിക്കേണ്ടി വരുന്നതും. കാരണം കഴിഞ്ഞ തവണ ഇലക്ഷൻ നേരിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ ഇതുപോലൊരു അപമാനം ഏറ്റുവാങ്ങിയാണ് ചെന്നിത്തല മാറിയിരിക്കേണ്ടി വന്നത്. ഇത്തവണ ഈ ഒരു വലിയ വിജയം ഉണ്ടായി. ആ വലിയ വിജയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചെന്നിത്തല തന്റെ ഒരു ക്ലെയിം കേന്ദ്രത്തിൽ അറിയിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ നടപടികൾ ചെയ്തിരുന്നു. അതിനുശേഷം ഇലക്ഷന്റെ അതായത് പോളിംഗ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് ഇടയിലുള്ള സമയങ്ങളിൽ കൃത്യമായ ഒരു പത്രപരസ്യം, താൻ എന്തൊക്കെ ചെയ്തു, തന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാം കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക, തന്റെ ക്ലെയിമിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുക, ഒരു പോഡ്കാസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുമായി കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ചെന്നിത്തല. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ അടുത്ത് ചെന്നപ്പോഴും തന്റെ ക്ലെയിം, തന്റെ സീനിയോറിറ്റിയാണ്. ഇത്തവണ ഇല്ലെങ്കിൽ ഇനി എനിക്കൊരു അവസരമില്ല. കാരണം 70 വയസ്സാവാൻ പോകുന്ന ഒരു നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇല്ലെങ്കിൽ എനിക്കൊരു അവസരമില്ല എന്നുള്ള ഒരു ക്ലെയിമാണ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. അപ്പൊ അത് തിരസ്കരിക്കപ്പെടുമ്പം സ്വാഭാവികമായും ഒരു നേതാവിനുണ്ടാകുന്ന എല്ലാ ഒരു മനോവിഷമം തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയൊരു അവസരമില്ല. ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സ് കഴിഞ്ഞു. ഇനി 5 വർഷം കഴിഞ്ഞ് 75-ാമത്തെ വയസ്സിൽ സീറ്റ് കിട്ടുമോ, മത്സരിക്കുമോ, ഇതൊന്നും എല്ലാം വളരെ പ്രശ്നമാണ്. അപ്പൊ കിട്ടുന്നെങ്കിൽ ഇത്തവണ അത് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ചെന്നിത്തല കൃത്യമായ ഒരു പ്രതിഷേധം അറിയിക്കുന്നതും ഈ മാറി നിൽക്കുന്നതും. അത് ഈ കോൺഗ്രസിന് 102 സീറ്റ് ഒരു വിജയം, ഒരു ഭൂരിപക്ഷ വിജയം ലഭിച്ച ഈ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തുന്നത് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുന്ന ഒരു തീരുമാനം തന്നെയാണ്. എങ്കിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു തലമുതിർന്ന നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ ഇപ്പോൾ AICC-യുടെ അല്ലെങ്കിൽ KPCC-യുടെ ഒരു സ്റ്റാറ്റിക്സ് എന്തായിരിക്കും? അല്ല, അനുനയിപ്പിക്കാൻ കഴിയാത്തൊരു നേതാവൊന്നുമല്ല രമേശ് ചെന്നിത്തല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടിയെ മുഴുവൻ അതിൽ പ്രതിസന്ധിയാക്കി ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന ഒരു നേതാവല്ല. കാരണം കോൺഗ്രസിന്റെ പല തീരുമാനങ്ങൾക്ക് വേണ്ടി തന്റെ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുക, പിന്നെ തനിക്ക് ആവശ്യമായ പോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി തീരുമാനങ്ങൾ മാറ്റുക, ഇതെല്ലാം കണ്ടതാണ്. കാരണം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആ സ്ഥാനം രാജിവെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2021 വരെ 16-21 പ്രതിപക്ഷ നേതാവായിരുന്നു. അത് കഴിഞ്ഞ് 21 മത്സരിച്ച് തോറ്റ് തുടർ ഭരണം CPM-ന് കിട്ടിയപ്പോൾ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അപ്പോഴും ചെന്നിത്തല ചെറിയ പ്രതിഷേധമൊക്കെ എങ്കിലും ഒഴിവാക്കിയെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനായി തന്നെ, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി തുടർന്നുള്ള പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിയമസഭയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. എല്ലാം കൃത്യമായി അതിൽ ഇടപെടലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതിന്റെ പ്രചരണ വിഭാഗത്തിന്റെ തലവനായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുതിർന്ന നേതാവാണ് ചെന്നിത്തല എന്നുള്ളതിന്റെ പരിഗണന കൃത്യമായി കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വിശദമായി ചർച്ച ചെയ്തു. ചെന്നിത്തലയോട് നേരിട്ട് സംസാരിച്ചു, അത് അല്ലാതെ ഒരു മീറ്റിംഗ് ആയി സംസാരിച്ചു, പല നേതാക്കളിൽ നിന്ന് അഭിപ്രായം എടുത്തു. എന്നിട്ട് ഒരു ഡിസിഷൻ, V.D. സതീശൻ ആയിക്കോട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു ഡിസിഷൻ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ടാണ് രമേശ് ചെന്നിത്തലയെ വിളിച്ചത്. രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചാണ് ഈ കാര്യം പറയുന്നത്. കാരണം ഇതിവിടെ രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പറയുമെങ്കിലും ഇവിടെ കേരളത്തിലെ ജനത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ പൊതു പിന്തുണ എന്തായിരുന്നു, ഘടകകക്ഷികളുടെ പിന്തുണ എന്തായിരുന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ആ ഫാക്ടർ മറികടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് KC വേണുഗോപാൽ ഡൽഹി തന്നെ ഇരിക്കുന്നത്, V.D. സതീശൻ നാട് ഭരിക്കാൻ പോകുന്നത്. അപ്പൊ ആ കാര്യമായിരിക്കാം രാഹുൽ ഗാന്ധി കൃത്യമായി ചെന്നിത്തലയോട് പറഞ്ഞിരിക്കുന്നത്. അത് പൂർണ്ണമായി ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ചെന്നിത്തലയുടെ തിരുവനന്തപുരം വിട്ടുള്ള യാത്ര
നമുക്ക് അദ്ദേഹത്തിന്റെ രീതി അറിയാം. എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. നാളെ മലയാള മാസം 1 അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയാണ്. പക്ഷേ നിയമസഭാ കക്ഷി യോഗം പോലെ ഒരു പ്രധാന യോഗം ഒഴിവാക്കി ചെന്നിത്തല പോലെ ഒരു മുതിർന്ന നേതാവ് പോവുക എന്ന് പറയുമ്പോൾ ഈ വലിയ വിജയത്തിന്റെ ഇടയിലും പൊതുജന വികാരം മാനിച്ച് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി മുൻനിർത്തി ഒരു മന്ത്രിസഭാ ചർച്ചയിലേക്ക് പോകുന്ന കോൺഗ്രസിന് ഒരു വെല്ലുവിളിയാണ്. വി ഡി സതീഷിനോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഒരു പിന്തുണ സജീവമാണ്. അത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഒരു മുതിർന്ന നേതാവാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിൽ നിന്ന് ഒഴിവായ KC വേണുഗോപാലിനെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്ത എന്ത് സ്ഥാനമായിരിക്കും ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഹൈക്കമാൻഡ് ഓഫർ ചെയ്യുന്നത് ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട്? അല്ല, ഇതിലിപ്പോൾ നമുക്ക് ചെന്നിത്തലയാണെങ്കിൽ വളരെ ചെറുപ്രായത്തിൽ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവായതാണ്. ഇപ്പോഴും ആ പോസ്റ്റിലാണ് വീണ്ടും ചെന്നിത്തലയെ നിയമിച്ചിരിക്കുന്നത്. ചിലപ്പം ഒരു AICCയിലെ ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യാം, പാർട്ടിയിൽ ഒരു അക്കോമഡേഷൻ. അതുപോലെ തന്നെ ഇവിടെ മന്ത്രി സ്ഥാനങ്ങളുണ്ട്, സുപ്രധാന വകുപ്പുണ്ട്, സ്പീക്കർ സ്ഥാനമുണ്ട്. അങ്ങനെ ചെന്നിത്തലയ്ക്ക് മുന്നിൽ കോൺഗ്രസിന് വയ്ക്കാനുള്ള നിരവധി ഓഫറുകളുണ്ട്. അതിന്റെ ഒരു പാക്കേജ് ഉണ്ടാവും. പക്ഷെ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് ചെന്നിത്തല ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി സംഘടനാപരമായ AICCയിലെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഫോർമുല ആയിരിക്കാം ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ളത്. അത് പൂർണ്ണമായി സംസാരിക്കാനുള്ള ഒരു സമയം, കാരണം ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ച. ആ ചർച്ചകൾക്ക് ശേഷം ഇതിലൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. തിങ്കളാഴ്ച നമ്മുടെ പുതിയ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. ആ ഒരു വേദിയിലും രമേശ് ചെന്നിത്തലയുടെ അസാന്നിധ്യം ഉണ്ടായാൽ അത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന് ഒരു കളങ്കമേൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ല? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, കോൺഗ്രസ് 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും കോൺഗ്രസും ഘടകകക്ഷികളും എല്ലാം അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ടീം UDF ഒന്നായി പ്രവർത്തിച്ചു. അതാണ് ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉപയോഗിച്ച വാക്കാണ്. ടീം UDF ആണ് വിജയിച്ചത്. അപ്പൊ ടീം UDF ആയി വിജയിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിയുടെ പ്രചരണ വിഭാഗം തലവൻ തന്നെ പങ്കെടുക്കാത്ത ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് വളരെ അപൂർണമായിരിക്കും. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ എങ്ങനെയും അനുനയിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും അടുത്ത 2 ദിവസങ്ങളിൽ നടക്കുക. ഇതിനുവേണ്ടി വി ഡി സതീശൻ തന്നെ നേരിട്ട് മുന്നിട്ടിറങ്ങാനും സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സതീശൻ പറഞ്ഞത് എന്റെ നേതാവാണ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി നിർത്തുക അല്ലെങ്കിൽ എന്റെ നേതാവെന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത്. അതിൽ തന്നെ ഒപ്പം നിർത്താനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നുള്ളൊരു സന്ദേശമാണ് ചെന്നത്. പിന്നെ കോൺഗ്രസും അതേ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ടാണ്. കാരണം ഇവിടുത്തെ കേരളത്തിന്റെ ചുമതലയുള്ള ഒരു AICC സെക്രട്ടറിയോ അല്ലെങ്കിൽ നിരീക്ഷകരായി വന്ന ആരോ അല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വിളിച്ചാണ് ഈ കാര്യം സംസാരിക്കുന്നതും അനുനയത്തിനുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ കോൺഗ്രസ് രമേശ് ചെന്നിത്തലയെ ഒപ്പം നിർത്താൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമം നടത്തും എന്നുള്ള സൂചന തന്നെയാണ് ഇത്. അല്ലെങ്കിൽ സതീശനാണ് മുഖ്യമന്ത്രി എന്ന് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. അത് അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഇപ്പൊ KC വേണുഗോപാൽ ഡൽഹിയിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ KC വേണുഗോപാലിന് രാഹുൽ ഗാന്ധിയോടുള്ള സ്വാധീനം, AICC ജനറൽ സെക്രട്ടറി എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഏകദേശം 1-2 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയാണ് നടത്തിയത് രാവിലെ. കാരണം ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണെന്ന് അവരെ ബോധിപ്പിക്കാൻ. അതുപോലെ തന്നെ ചെന്നിത്തലയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഫോണിലൂടെ ആകുമ്പോൾ ഒറ്റയടിക്ക് ആമർഷം പറയുക, പെട്ടെന്ന് കോൾ കെട്ടുക എന്നുള്ളത് ഉണ്ടാവും. പക്ഷേ നാളത്തെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് ഞായറാഴ്ച ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാൻ ശ്രമിക്കും. രമേശ് ചെന്നിത്തലയുടെ ഒരു രീതി അനുസരിച്ച് ഒരു കടുംപിടുത്തം പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു മയപ്പെട്ട മനുഷ്യനാണ്, മയപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ദോഷമുള്ള ഒരു കാര്യം, അതും പുള്ളി തന്നെ പറയുന്നത് തന്റെ അവസാന ചാൻസ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ വാർദ്ധക്യത്തിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യം രമേശ് ചെന്നിത്തലയിൽ നിന്ന് വരുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അതായത് വേറൊരു KC വേണുഗോപാലിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി വി ഡി സതീഷിനെ വെട്ടാനുള്ള ഒരു ശ്രമം KC വേണുഗോപാൽ നടത്തിയിട്ടുണ്ട്. അതായത് താൻ ഇതിൽ നിന്ന് പിന്മാറുന്നു, പകരം എൻ്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു വെട്ടലിനുള്ള ഒരു ഇതല്ലേ വഴുതി തെളിയിച്ചത്? അല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പറയല്ലേ, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു സമീപനം. എന്റെ സാധ്യത അടഞ്ഞു, അപ്പൊ എന്റെ പ്രധാന ശത്രു വി ഡി സതീശൻ. അപ്പൊ വി ഡി സതീശനെ എങ്ങനെ വെട്ടാം എന്നുള്ളതിന്റെ കൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ എന്ന് KC പറയുന്നത്. അല്ലാതെ ചെന്നിത്തലയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടോ പരിഗണന കൊണ്ടോ അല്ല. സതീശനെ വെട്ടാൻ രമേശ് ചെന്നിത്തല ആയുധമാക്കാം. രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റി പറയാം, മുതിർന്ന നേതാവാണെന്ന് പറയാം, അവസാന ചാൻസ് ആണെന്ന് പറയാം. ചെന്നിത്തല ഉന്നയിച്ച ക്ലെയിമുകളും
ഒപ്പം KCയുടെ ACC ജനറൽ സെക്രട്ടറിയുടെ പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ സതീശനെ എങ്ങനെയെങ്കിലും വെട്ടാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് ആ ഒരു പിന്തുണ. അല്ലാതെ ഈ സ്നേഹം കൊണ്ടാണെന്നും നമുക്ക് കരുതാൻ ഒരിക്കലും പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായി ഒരു ദിവസം മുമ്പ് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഒരു പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയാണ്. അതുമാത്രമല്ല ജി സുധാകരനും ഒരു സപ്പോർട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആലപ്പുഴയിൽ നിന്നായിരിക്കണം ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് പരോക്ഷമായി രമേശ് ചെന്നിത്തലയല്ലേ സൂചിപ്പിച്ചത്. അല്ല, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് സതീശനെ പോലെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയോ സമുദായ നേതാക്കളെ ആക്രമിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. എപ്പോഴും സമുദായ നേതാക്കൾക്ക് ഒരു പ്രത്യേക കരുതൽ കൊടുത്ത് അവർക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അവർക്കൊപ്പം ചേർന്ന് നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന പുള്ളിക്കൊരു വർഗീയ പരിവേഷം ചാർത്തി കൊടുത്തതും ഇതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാന പരാമർശത്തിലൂടെയാണ് നായർ സമുദായത്തിന്റെ ആളാണ് എന്നൊരു ചാപ്പ സുകുമാരൻ നായരാണ് കുത്തിക്കൊടുത്തത് ചെന്നിത്തലയ്ക്ക്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കിയ കോട്ടം ചെറുതല്ല. കാരണം മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വിശ്വാസക്കുറവ് രമേശ് ചെന്നിത്തലയോട് ഉണ്ടാകാനുള്ള കാരണം അതാണ്. 2021 തോൽവിയിൽ ഒരു കാരണം അതാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് രമേശ് ചെന്നിത്തലയോടുള്ള ഒരു വിശ്വാസക്കുറവ് അതിനും കാരണമായത് ഈ സമുദായ പിന്തുണയാണ്. പക്ഷെ ചെന്നിത്തലയുടെ പ്രവർത്തന ശൈലി അനുസരിച്ച് ഈ സമുദായ നേതാക്കളോട് ഒപ്പം നിർത്തുക, അവര് പറയുന്ന കാര്യങ്ങളെ പരിഗണിച്ചും അതിനെ മയത്തിലെതിർത്തും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സതീശനെ പോലെയല്ല ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കട്ട് ആൻഡ് റൈറ്റ് പൊളിറ്റീഷ്യൻ അല്ല. നിലപാടാണ് അത് സതീശൻ കൃത്യമായ നിലപാടാണ്. അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് പൊളിറ്റീഷ്യൻ അല്ല ചെന്നിത്തല. അതുകൊണ്ടാണല്ലോ NSS ജനറൽ സെക്രട്ടറി നേരിട്ട് തന്നെ VD സതീശനെ എതിർത്ത് മുന്നോട്ട് വന്നത്. അതെ തീർച്ചയായിട്ടും. കാരണം VD സതീശനെ ആദ്യമായിട്ടല്ല NSS ജനറൽ സെക്രട്ടറി എതിർക്കുന്നത്. ഇതിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഇതേ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഒരു രീതിയിലും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ല. നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായ സംഘടനകളെ കേൾക്കുന്നതിൽ തെറ്റില്ല. അവരുടെ തിണ്ണ നിരങ്ങിയും അവർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന തലത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് സതീശൻ എപ്പോഴും പറയുന്നത്. പാർട്ടി തീരുമാനമെടുക്കും. പാർട്ടി തീരുമാനം എടുക്കുന്നതിൽ സമുദായ സംഘടനകളും അതുപോലെ തന്നെ ബിഷപ്പുമാരും അഭിപ്രായം പറയേണ്ട എന്ന നിലപാടുള്ള ഒരാളാണ് സതീശൻ. അപ്പോൾ സ്വാഭാവികമായും സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളൊരു തോന്നലിലായിരിക്കാം സുകുമാരൻ നായർ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി. അതില് കോൺഗ്രസിനുള്ളിലുള്ളവർക്ക് തന്നെ പങ്കുണ്ടെന്നും നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം. എങ്കിലും കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് സുകുമാരൻ നായരുടെ ഒരു പ്രസ്താവനയോട് എതിർപ്പുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഇന്ന് ഇന്ദിരാഭവനിലെ മുന്നിൽ ഈ ഒരു പ്രകടനം കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വശത്ത് VD സതീശൻ മുഖ്യമന്ത്രിയായി അറിയിച്ചതിന്റെ ഒരു ആഹ്ലാദവും മറുവശത്ത് രമേശ് ചെന്നിത്തല മാറി നിൽക്കുന്നതിന്റെ ഒരു ദുഃഖവും ഉണ്ട്. അപ്പൊ ഈ ഒരു കോൺഗ്രസിന് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊരു അവസ്ഥയിൽ. അല്ല, അത് കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും രീതി അങ്ങനെ തന്നെയാണ്. ഓരോ പോസ്റ്റിന് വേണ്ടി ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ മുഖ്യമന്ത്രി ചർച്ചയാണ് നടന്നത്. ഇനി അടുത്ത മന്ത്രിസ്ഥാനങ്ങളെ പറ്റിയുള്ള ചർച്ചയുണ്ട്. ഇതിനും വലിയ ബഹളങ്ങൾ നടക്കും. അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റ് മന്ത്രിയാവുകയാണെങ്കിൽ ഒരു പുതിയ PCC അധ്യക്ഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കും. അതിലും ഇതേ രീതിയിലുള്ള തമ്മിത്തല്ലും ബഹളവും നാണംകെടലും എല്ലാം കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും. അവിടെ ഒരു വെട്ട് നടക്കാൻ ഇടയുണ്ട്. അതിന് പറയുന്ന ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാണ്. അവര് സൗന്ദര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് മാത്രം സ്ഥാനം കിട്ടണം, എനിക്ക് മാത്രം നേതാവായിരിക്കണം, എനിക്ക് മാത്രം എല്ലാ സ്ഥാനം. നമ്മൾ ഈ ഒരാൾക്കൊരു പദവി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം KPCC നടത്തിയിട്ടുണ്ടോ? ഇവിടുത്തെ എല്ലാ ഭാരവാഹികളും MLA-മാരും MP-മാരും ഒക്കെയാണ്. ഈ PCC പ്രസിഡന്റ് തന്നെ മന്ത്രിയായിരുന്ന PCC പ്രസിഡന്റ് സ്ഥാനം വഹിക്കുമെന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടത്. അതുകൊണ്ട് ഈ തർക്കവും ബഹളവും അവിടെ നടക്കും. സ്ഥാനം കിട്ടിയവർ ആഘോഷിക്കും, സ്ഥാനം കിട്ടാത്തവർ മാറി നിന്ന് കരയും. അത് കോൺഗ്രസിൽ എല്ലാ കാലവും നടക്കുന്നതാണ്.